കലിപ്പൻ ബോസിന്റെ അനാഥ പെണ്ണ് അവസാന ഭാഗം. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവൾ പോയപ്പോൾ അവൻ കയ്യിലെ ഫോൺ എടുത്ത് അവൾ അയച്ച സൈറയുടെ നമ്പറിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നു. ശേഷം വിളിക്കണോ വേണ്ടയോന്ന് സംശയിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്പർ ഡയലിലിട്ടു. മറുതലക്ക് ഫോൺ എടുത്തു. ഹലോ ഹലോ, ഞാൻ സമീർ താഹിർ. എന്താ? അവളുടെ ശബ്ദം വന്ന് പതിഞ്ഞുപോയി. സൈറ താനെപ്പോഴൊന്ന് ഫ്രീ ആവുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നാളെ ഓഫീസ് കഴിഞ്ഞ് കാണാൻ പറ്റുമോ? അത് ഞാൻ നാളെ ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരം ഒരു മെഹന്തി വർക്ക് ഉണ്ട്, അതിന് പോകണം. അതെവിടെയാ? കുറച്ച് ദൂരമുണ്ട്. എങ്ങനെയാ പോകുന്നു? കൂടാതെ വരുന്നത്? ആരുമില്ല, ഞാൻ തനിച്ച് പോകണം. ഓഹോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്തോളാം. താൻ റെഡി ആയിരുന്നു? അയ്യോ വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇറ്റ്സ് ഓക്കെ, ഞാൻ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അതാവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കംഫർട്ട് ആവും. നിങ്ങൾക്ക് എന്തെന്നോട് പറയാനുള്ളത്? അത് ഞാൻ നാളെ പറയാം, തികച്ചും പേഴ്സണലാണ്. അപ്പോൾ നാളെ താൻ റെഡിയായി നിൽക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം. ടീച്ചറോട് ഞാൻ പറയണം? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ദെൻ ഓക്കെ, ബൈ. അവനൊരു ചെറിയ ചിരിയാലെ ഫോൺ വെച്ചു റൂമിൽ നിന്ന് തലയിണയും ബെഡ്ഷീറ്റും എടുത്തുകൊണ്ട് ബാൽക്കണിയിലെ ബെഞ്ചിലേക്കായി കിടന്നു. അവിടെ സൈറയ്ക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു അവനെന്താണ് പറയാനുള്ളതെന്ന്. പക്ഷെ അതിനൊരു വ്യക്തമായ മറുപടി അവൾക്കും കൊടുക്കാനില്ലായിരുന്നു. ഒരിക്കൽ ഞാനും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴിനി എന്തു പറയണമെന്നറിയാതെ അവൾ ഇരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ നാളത്തെ മെഹന്തി വർക്കിന് എങ്ങനെ പോകണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവൻ കൂടെ വരാമെന്ന് പറഞ്ഞത്. തിരിച്ചു വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്യും. അതിനൊരു പരിഹാരമായ ആശ്വാസത്തിൽ മറ്റൊന്നിന് ചിന്ത കൊടുക്കാതെ അവൾ കിടന്നു. പിറ്റേന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി. വീട്ടിലെത്തി വേഗം ഫ്രഷായി സുമതിയോടും ഉമ്മയോടും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ചെക്കനെ ഇന്നലത്തെ സംസാരം കേട്ടപ്പോഴേ ഉപ്പയോട് കാര്യം പറഞ്ഞാണ് ഉമ്മച്ചി. ഇനി എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടാളും തീരുമാനിക്കട്ടെ എന്ന് ഉപ്പയും പറഞ്ഞു. വണ്ടിയുമായി അവൻ എത്തിയപ്പോഴേ അവൾ റോഡരിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഓറഞ്ച് കളർ ചുരിദാറും ധരിച്ച് കയ്യിലൊരു ചെറിയ ബാഗും പിടിച്ച് നിൽക്കുന്ന അവളെ കണ്ടപ്പോഴേ തൻ്റെ ഉള്ളിലൊരു തണുപ്പ് വീഴുന്ന അറിഞ്ഞു അവനും. അവൾക്കരികിലായി വണ്ടി നിർത്തിയതും പിറകിലെ ഡോർ തുറക്കാൻ നിന്ന് അവൾ അവനെ ഒന്ന് നോക്കി. അവളുടെ കൂർപ്പിച്ച നോട്ടം കണ്ടപ്പോഴേ അവൾ വേഗം ഫ്രണ്ട് ഡോർ തുറന്നു അതിൽ കയറിയിരുന്നു. പോവാം. എവിടെയാ പ്രോഗ്രാം? അവർ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവൾ ഫോൺ എടുത്തു ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ടീച്ചർ എന്ത് പറഞ്ഞു? എൻ്റെ കൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ? ഒന്നും പറഞ്ഞില്ല, പോയിട്ട് വരാൻ പറഞ്ഞു. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ്? അവൾ അവനെയും നോക്കി. ഞാനെന്താണ് പറയാൻ പോകുന്നതെന്ന് നിനക്കറിയില്ലേ? അവൻ തിരിച്ച് അവളെയും നോക്കി. അതിനവൾ പതർച്ചയോടെ അവനിൽ നിന്ന് മുഖം മാറ്റി. അല്ല, നിന്റെ ആ കണ്ണിലെ പിടപ്പ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഞാനെന്താണ് പറയാൻ പോകുന്നതെന്ന്. അവളൊന്നും മിണ്ട ആ മുഖം തിരിച്ചു വെച്ച്. സൈറ, അന്ന് നിന്നെ കാണാവുന്ന ദിവസം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്കൊരു കാരണമുണ്ടായിരുന്നു. പക്ഷെ നിന്നെ വിഷമിപ്പിച്ചതിനാലാവും അതിലെനിക്ക് വിജയിക്കാനായില്ല. എൻ്റെ ഇഷ്ടം പറയുന്നതിൽ ഞാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു. പിന്നെ എപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ ഒപ്പം എനിക്ക് വേറെ പ്രപ്പോസൽ വന്നെന്ന് പറഞ്ഞപ്പോൾ സഹിക്കാനാവുന്നില്ല. അതാണിപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചില്ല. ഒരിക്കൽ കൂടി നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ മുറ്റത്ത് വന്നാൽ നീ അതിന് സമ്മതിക്കുമോ? ആരുടെയും ഇഷ്ടത്തിനല്ല, ആർക്കും വേണ്ടിയോ അല്ല. ഒരിക്കൽ വേറൊരാളെ സ്നേഹിച്ചിരുന്ന എന്നെ നിനക്ക് ഉൾക്കൊള്ളാനാവും. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നീ സമ്മതിക്കുമായിരിക്കും. അത് വേണ്ട. ഇതൊക്കെ ഒന്ന് പറയാനാണ് ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി. എന്നാൽ എല്ലാം കേട്ട് കണ്ണു നിറച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ആള്. നീ ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ആഗ്രഹിക്കാനും സ്വപ്നം കാണാനൊക്കെ പേടിയാണ്. ലൈഫ് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ തനിക്കൊരു ഉത്തരം ഉണ്ടാകും വരെ ഞാൻ കാത്തിരുന്നോട്ടെ, പ്ലീസ്. ഇനി ഒരു ആലോചനയും കൊണ്ടുവരേണ്ടെന്ന് ഞാൻ ഉപ്പയോട് നിന്റെ ടീച്ചറോടും പറഞ്ഞോട്ടെ. അത്രമേൽ പ്രണയം നിറഞ്ഞ സമീറിന്റെ ചോദ്യം കേട്ട് സൈറ തിരിഞ്ഞവനെ നോക്കി. പ്ലീസ്, എനിക്കൊരവസരം കൂടി താടോ. അവളെ നോക്കി ഒന്ന് കെഞ്ചിപ്പോയി അവൻ. ചുണ്ടിൽ വിരിഞ്ഞ നനുത്ത പുഞ്ചിരി അവൻ കാണാതെ മറച്ചു വെച്ചു അവൾ. ഉള്ളിലാല നൽകുന്ന സന്തോഷം പുറത്തേക്ക് ചിതറാതെ അടക്കി വെക്കാൻ അവൾ അത്യധികം പരിശ്രമിച്ചു. തന്റെ മനസ്സിലുള്ളെല്ലാം പറഞ്ഞ സന്തോഷത്തിലായിരുന്നു സമീറും. ഇനി നിസ്വാർത്ഥമായ സ്നേഹത്തോടെ അവളെ തിരിച്ചു പിടിക്കാനാവുമെന്ന് അവനൊരു പ്രതീക്ഷ തോന്നി. ഇതുവരെ തന്നിൽ മൂടിക്കെട്ടിക്കിടന്ന കാര്യങ്ങൾ ഒരു ചാറ്റൽ മഴ പോലെ അവൾ അറിയിച്ചപ്പോഴേ അതിനുള്ളവും ശാന്തമായി. എന്നാൽ ഒന്നും പൂർണ്ണമായി അംഗീകരിക്കാതെ ഒരു പട്ടം കണക്കെ പാറിയിരുന്ന സൈറയുടെ മനസ്സിലും സന്തോഷത്തിന്റെ കുഞ്ഞു കുഞ്ഞു തുള്ളികൾ പെയ്തു തുടങ്ങി. അതാണ് വീടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവരെത്തേണ്ട സ്ഥലം കണ്ടുപിടിച്ച് കുറച്ചടുത്തായി കാണുന്ന വീട്ടിലേക്ക് വണ്ടി കയറ്റുമ്പോൾ അവൾ ഫോൺ എടുത്ത് അവർക്കായി വിളിച്ചു. സമീറും സൈറയും വീടിന് ചുറ്റും നോക്കി. ഒരാഘോഷത്തിന്റെ പ്രതീതിയൊക്കെയുണ്ട്. ഒരു സൈഡിലായി സ്റ്റേജിന്റെ പണികൾ നടക്കുന്നുണ്ട്. വീടിന് ചുറ്റും പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് ഒരുവൾ സന്തോഷത്തോടെ ഓടിയിറങ്ങി വരുന്നത് കണ്ടത്. നേഹ? അവളെ കണ്ടപ്പോഴേ അവൻ പറഞ്ഞു. നേഹ, അത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ കസ്റ്റമറുടെ പേരും. ഇയാൾക്ക് അറിയോ അവരെ?
ആ അറിയാം. എങ്ങനെ? അവളായിരുന്നത്. യാ ആയിരുന്നു. ആൻഡ് നൗ ഷീ ഈസ് മൈ അസിസ്റ്റന്റ് ഓൺലി. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഒരു പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. ആദ്യം ഒന്ന് പായിച്ചുപോയെങ്കിലും പിന്നെ ഒരു ചിരിയാണ് സൈറയ്ക്ക് വന്ന്. ബെസ്റ്റ് കാമുകിയുടെ മൈലാഞ്ചി കല്യാണം കൂടാൻ ഭാഗ്യം കിട്ടിയ നിരാശ കാമുക. അവൾ പതിഞ്ഞ സ്വരത്തിൽ അവളോട് തന്നെ പറഞ്ഞു. അവളുടെ ചിരി കണ്ടെന്ന പോലെ അവൻ അവളെ കൂർപ്പിച്ച് നോക്കി. സോറി, എനിക്കറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല ഇതാണ് അവിടെ വീടെന്ന്. നിക്കാതെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് സൺഡേ ആണെന്ന് തോന്നുന്നു. വരണമെന്ന് വിചാരിച്ചിരുന്നു. പുറത്ത് അവൾ വണ്ടിയുടെ അടുത്തേക്കായി വരുന്നേണ്ടതും അവർ സംസാരം നിർത്തി. സൈറ ഒരു പുൻചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി. രണ്ടാളും പരസ്പരം കൈകൾ കൊടുത്തു. അപ്പോൾ തന്നെ ഒരു ചെറു ചിരിയോടെ സെമീർ ഇറങ്ങി. വണ്ടിയിൽ നിന്നിറങ്ങി അവനെ കണ്ടപ്പോൾ നേഹ ആശ്ചര്യപ്പെട്ടു. സാറെന്താ ഇവിടെ? ഓ, തൻ്റെ ഫംഗ്ഷൻ ആയിരുന്നല്ലേ? എനിക്കറിയില്ലായിരുന്നു. ഇന്ന് മെഹന്തിയാണ്, നിക്കാഹ് സൺഡേ ആണ്, അതാണ് ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ. ഇത് സാറിൻ്റെ? അവളൊരു സംശയത്തോടെ സൈറയും നോക്കി. അവൾ ഇൻസ്റ്റയിൽ ഫോട്ടോസ് കണ്ടിട്ടാണ് സൈറയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ സൈറ. അവൻ നിറച്ചിരിയാൽ അവളെ ഒന്ന് നോക്കി കണ്ണി ചിമ്മിക്കൊണ്ട് പറഞ്ഞു. പ്രതീക്ഷിക്കാതെയുള്ള ആ മറുപടിയിൽ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ലവ് മാരേജ് ആണോ? ഒരു സംശയത്തോടെ അവനെ നോക്കി. കാരണം അവനെ പോലെ അത്രയും വലിയൊരാൾക്ക് ഇവളെ പോലെ മൈലാഞ്ചിയിലാൻ പോയി ജീവിക്കുന്ന ഒരുവളെ കിട്ടിയുള്ളൂ എന്നൊരു ത്വരയുണ്ടായിരുന്നു നേയുടെ ആ സംസാരത്തിൽ. അല്ല, വീട്ടുകാർ ഇഷ്ടപ്പെട്ട് കണ്ടെത്തിയതാ. ഇപ്പം അതിനേക്കാളേറെ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ മെഹന്തി എന്നത് അവളുടെ ഒരു പാഷനാണ്. അവൾക്കതിൽ നല്ല കഴിവുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഇന്ന് അവൾക്കൊപ്പമുണ്ട്. അതുകൂടി കേട്ടപ്പോൾ താഴേക്ക് നോക്കിയിരുന്ന സൈറ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി. എന്തായാലും വലിയ സർപ്രൈസ് ആയിപ്പോയി. വരും, അതോടെ വരും. അവർ രണ്ടാളെ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ ബോസും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുമാണെന്ന് പറഞ്ഞ് അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. സാർ ഇരിക്കും. കുഴപ്പമില്ല നേഹ, നിങ്ങൾ ചെല്ലും, ഞാനിവിടെ ഇരുന്നോളാം. നിങ്ങൾ വർക്ക് എടുക്കട്ടെ, ഞാനിവിടെ പുറത്തുണ്ടാവും. അവൻ ഫോണുമായി ഒരു ഭാഗത്തേക്ക് മാറിയിരുന്നു. സൈറ നേഹവുമായി അകത്തേക്ക് മൈലാഞ്ചിടാനായി ചെന്നു. സൈറ എന്ത് ചെയ്യാ? ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാം. എത്രയും സാറുമായിട്ട് മാരേജ് പറഞ്ഞു വെച്ചിട്ട്? അതിനവൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. കുറച്ചായി. എന്തോ അങ്ങനെ മറുപടി പറയാനാണ് അന്നേരം തോന്നിയത്. സാറിന് ഇയാൾ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ച്? അല്ല, ഈ സാറിന് ഞങ്ങളിന്ന് കാണാറുള്ളതല്ലേ. ഇന്ന് ഇയാളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് പരിചയപ്പെടുത്തി തന്നപ്പോഴും എനിക്കെന്തോ അങ്ങനെ തോന്നിപ്പോയി. പിന്നെ നമ്മുടെ പാഷൻ അത് എത്ര ചെറുതാണെങ്കിലും അതിന് സപ്പോർട്ടും വാല്യൂക്കും നന്നായിട്ട് തരുന്നുണ്ടല്ലോ. അവളോട് പറഞ്ഞു. താങ്ക് യു. സൈറയും അത്രമേൽ സന്തോഷത്തോടെ നേഹയെ നോക്കിക്കൊണ്ട് ദൂരെ ഫോണിൽ നോക്കിയിരിക്കുന്ന അവനെ ഒന്ന് പാളി നോക്കി. നേഹയുടെ ആളെന്ത് ചെയ്യുന്നു? നേവിയില, ഇന്ന് എത്തും. അവനെക്കുറിച്ച് പറയുമ്പോൾ അവൾ അത്യധികം സന്തോഷവതിയാണെന്ന് തോന്നി. 2-3 മണിക്കൂറിന് ശേഷം ആ പണി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാണ് അവർ മടങ്ങിയത്. മടങ്ങുമ്പോൾ മറ്റന്നാൾ നടക്കുന്ന നിക്കാഹിന് രണ്ടാളെയും പ്രത്യേകം ക്ഷണിച്ചു. നേഹയും അവരുടെ കുടുംബവും. ഇയാൾക്കും കുറച്ച് സങ്കടമില്ലേ? തിരിച്ചു വരുമ്പോൾ സൈറ അവനോട് ചോദിച്ചു. അറിയാതെയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ പെട്ടെന്ന് അതെല്ലാം കണ്ടപ്പോൾ? ഇല്ല, ചിലപ്പോൾ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഇപ്പം നിന്റെ കൂടെ ആയതുണ്ടാവും. ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അവൾക്ക് പകരക്കാരിയായിട്ടാണോ ഇയാളെന്നെ ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത്? ഏയ്, ഒരിക്കലും അങ്ങനെ വേണ്ട സൈറ. അവൾക്ക് പകരമാണ് നീ എന്ന ചിന്ത എന്നെന്നിൽ നിന്ന് ഇല്ലാതാവുന്നു. അന്ന് മാത്രം നീ സമ്മതിച്ചാൽ മതി. അതുവരെ നമുക്കിങ്ങനെ പോവാം. എൻ്റെ ഉമ്മച്ചിയും സുമിയായിട്ട് നിനക്കുള്ള പോലെ നമുക്ക് നല്ലൊരു സൗഹൃദമായിക്കൂടെ? പിന്നെ അവളെ എൻഗേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോഴേ ഞാനെല്ലാം മറക്കാൻ ശ്രമിച്ചു. പിന്നെ അതിനേക്കാൾ ഉപരി ശക്തിയോടെ ഒരാൾ എന്നിലേക്ക് അന്നേരം ഇടിച്ചു കയറി കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഇനി ജീവിതത്തിൽ മറ്റൊരാൾക്കും ഇടം കൊടുക്കാനാവാത്ത വിധം അതിനെ ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. നിറഞ്ഞ സ്നേഹമായിട്ട് അയാൾ എന്നിലേക്ക് വരുന്ന ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ഞാൻ. സമീർ ഒരു കുഞ്ഞി ചിരിയോടെ സൈറോട് പറഞ്ഞപ്പോൾ അവന് മുഖം കൊടുക്കാനാവാത്ത വിധം ഒരു വെപ്രാളം അവളിൽ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് മുഖം തിരിച്ചുകൊണ്ട് അവൾ ഇരുന്നു. പിന്നെ ഐ ആം സോറി, നിന്റെ സമ്മതം ചോദിക്കാതെ അവൾക്ക് അങ്ങനെ നിന്നെ പരിചയപ്പെടുത്തി കൊടുത്തതിന്. അതിന് അവളൊന്നും മിണ്ടിയില്ല. ചുമ്മാ ഗ്ലാസ്സിൽ തലവെച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. തിരിച്ചവളെ വീട്ടിലിറക്കുമ്പോൾ രാത്രി ഏറെയായിരുന്നു. അന്നും പതിവ് പോലെ ടീച്ചർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അവൻ ടീച്ചറെ വിളിച്ചു. ടീച്ചറെ, ഇനി ഇവൾക്ക് വേറെ പ്രപ്പോസൽ നോക്കണ്ട കേട്ടോ. ഞാൻ അവളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളൊരു യെസ് പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് പോയിക്കോളാം. പിന്നെ ഉപ്പയോട് ഞാൻ തന്നെ പറഞ്ഞോളാം. ടീച്ചർ തിരിച്ച് മറുപടി പറയും മുന്നേ അവൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ കേട്ട എന്താണെന്ന മട്ടിൽ നിൽക്കുകയാണ് ടീച്ചർ. എൻ്റെ പാത്തു, അയാൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അവൾക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ്റെ ഒപ്പം പോയി. അപ്പോൾ മൂപ്പര് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കണ്ടെത്തി എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നാ അയാൾ പറഞ്ഞിട്ട് പോയത്. സൈറ ചെറിയ കുറുമ്പോഴെ ടീച്ചറോട് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആ, എന്നെ ഒന്ന് വട്ടം കറക്കിയതല്ലേ, കുറച്ച് കിടന്ന് ഓടട്ടെ, എന്നിട്ട് നോക്കാം. അതും പറഞ്ഞ് ടീച്ചറുടെ കവിളിൽ നുള്ളിക്കൊണ്ട് അവൾ അകത്തേക്ക് ഓടി. കള്ളി, അപ്പം ആ ഒരു ഇഷ്ടമൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ടീച്ചർ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി.
പിന്നീട് അങ്ങോട്ട് അവിടെ പ്രണയത്തേക്കാൾ ശക്തമായൊരു സൗഹൃദം ഉടലെടുക്കുകയായിരുന്നു. രണ്ടാളുടെയും മനസ്സിൽ സംഗമിക്കാനാവാത്ത പ്രണയത്തിന്റെ ഒരു നദി ഒഴുകുന്നുകൊണ്ടാവാം ആ സൗഹൃദത്തിന് അത്രമേലൊരു ഭംഗിയുണ്ടായിരുന്നു. എന്തും ഏതും പറയാനെന്ന പോലെ രണ്ടാളുകളാവുകയായിരുന്നു അവരവിടെ. സുമി, ഉമ്മ, ടീച്ചർ, അങ്ങനെ എല്ലാവരും ആ ഗ്യാങ്ങിൽ ഉൾപ്പെടുമെങ്കിലും ഇവർ തമ്മിൽ എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ബന്ധത്തിന്റെ നൂലിൽ കെട്ടിയിട്ട പോലെ അത്രമേൽ ശക്തമായി വളർന്നു വരുന്ന ഒരു ചങ്ങാത്തം. എന്നുമുള്ള സൗഹൃദം കലർന്ന വിളികൾ, മൈലാഞ്ചിടാൻ കൂടെ കൊണ്ടുപോകൽ, പിന്നെ സൈറയുടേത് മാത്രമായ ചില പൊട്ടത്തരങ്ങൾക്ക് ചുക്കാൻ പിടിക്കൽ, അങ്ങനെ പോകുന്നു. സുമി പറഞ്ഞാണ് ഈ വരുന്ന 22-ന് അവന്റെ പിറന്നാളാണെന്ന്. കുറച്ചു മുന്നേ അവൻ തന്നെ അത് സൂചിപ്പിച്ചതാണ്. വയസ്സ് 30 ആവാൻ പോകുന്നു എന്ന്. പക്ഷെ അതിനു പിന്നിൽ അവൻ എന്താണ് ഉദ്ദേശിച്ചെന്ന് അവൾ പിന്നെയാണെന്ന് ഓർത്തു നോക്കിയത്. ഇപ്പോൾ സൈറയും അടിമപ്പെട്ടു പോയിരിക്കുന്നു. പ്രണയം ഒളിപ്പിച്ചു വെച്ച ഈ സൗഹൃദത്തിൽ ഇനി മറ്റൊരാൾക്കും പകർത്തു കൊടുക്കാൻ കഴിയാത്ത വിധം തന്നിലേക്ക് മാത്രമാവണമെന്ന് ആഗ്രഹിക്കുന്നു. ആർക്കും പകരമല്ല എനിക്ക് നീ. നിനക്ക് എന്ന് തോന്നുന്നു അന്ന് സമ്മതിച്ചാൽ മതി. അവന്റെ ആ വാക്കുകൾ, അതെ, ഇന്ന് താനും ആർക്കും പകരമായിട്ടല്ല, മറിച്ച് അവന്റെ അടക്കി പിടിച്ച പ്രണയത്തിന്റെ അവകാശി ഞാൻ മാത്രമാണെന്ന അഹങ്കാരത്തിൽ തന്നെയാണ് ഞാൻ അവനോട് പറയാൻ പോകുന്നത്. ഇതായിരിക്കട്ടെ നിനക്കുള്ള എൻ്റെ പിറന്നാൾ സമ്മാനം. ഇതായിരിക്കും ഒരുപക്ഷെ എന്നിൽ നിന്ന് അവനും കേൾക്കാൻ കൊതിക്കുന്നത്. സൈറയിൽ പ്രണയമാർന്ന ഒരു പുഞ്ചിരി തെളിഞ്ഞു. എന്താണ്? അതെ, നമുക്ക് ഇന്നലെ നൈറ്റ് ഡ്രൈവ് പോയാലോ? എന്നെ കൊണ്ടുപോകും. ഇന്നോ? ആ, ഇന്ന് തന്നെ. പറ്റില്ല മോളെ, ഒരുപാട് തിരക്കുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ നല്ല ടയർഡുവാ. പ്ലീസ് പ്ലീസ് ഇന്ന് തന്നെ പോകണം. എനിക്ക് കൊതിയായിട്ടോ. മോടൊക്കെ പറയില്ലേ? നോക്കാം, ഉറപ്പില്ല. ഞാൻ കാത്തിരിക്കാം. അവൻ മിക്കവാറും മറന്നിട്ടുണ്ടാവും നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രി 12 മണിക്ക് സുമി അവിടെ എന്തൊക്കെയോ സർപ്രൈസ് പ്ലാൻ ചെയ്താണ്. പിന്നെ അവളുടെ കാല് പിടിച്ചിട്ടാണെന്ന് എനിക്ക് വിട്ടുതന്നു. അവനോടൊപ്പം വണ്ടിയിലിരിക്കുമ്പോൾ അവൾ വെറുതെ ഒന്ന് ഓർത്തു. നമുക്ക് നടക്കാം. വിജനമായ റോഡിലെത്തിയതും അവൾ പറഞ്ഞു, ഇതെന്തോ ഇന്ന് ഇങ്ങനെയൊക്കെ? ഓരോ നേരത്തെ ഓരോ വട്ടുകൾ. അവൻ സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് പിറുവിറുത്തു. ഇങ്ങനെയും വേണ്ടേ? ഇതൊക്കെയല്ലേ ഒരു രസം. അവൾ അവനെ നോക്കി കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു. നിലാവൊഴുകുന്ന നക്ഷത്രത്തിളക്കമുള്ള രാത്രിയിൽ രണ്ടാളും നടന്നു തുടങ്ങി. മതി, 12 ആവാനായി. അല്ലെങ്കിൽ ടീച്ചർക്ക് പരാതിയാ, നിന്നെയും മണ്ടൻ കാര്യങ്ങൾക്കൊക്കെ കുടപിടിക്കുന്ന ഞാനാണെന്ന്. സമീർ ഫോണിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ സൈറയോട് പറഞ്ഞു. 11:58. പെട്ടെന്ന് അവിടെ നിന്ന് നിന്നു. ചുറ്റും സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു അരണ്ട വെളിച്ചമുണ്ട്. തൊട്ടപ്പുറത്ത് കൂടെ ഇടയ്ക്കിടെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. മിസ്റ്റർ സമീർ താഹിർ, ഐ ലവ് യു. ഫോണിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്ന അവന്റെ കാലുകൾ പിടിച്ചു കിട്ടിയ പോലെ അവിടെ നിന്നു. ഒരു നിമിഷം ആ നിൽപ്പ് നിന്നു. പിന്നെ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താടി നീ പറഞ്ഞേ? ഐ ലവ് യു മിസ്റ്റർ. എത്രമാത്രം കേൾക്കാനായി കാതോർത്തിരുന്ന ആ വാക്കുകൾ പ്രതീക്ഷിക്കാതെ അവളിൽ നിന്ന് കേട്ടതിന്റെ പകപ്പിൽ കൈ രണ്ട് ഇടുപ്പിൽ വെച്ച് അവൻ ആഞ്ഞൊന്ന് ശ്വാസം വിട്ടു. അത്രമേൽ കാത്തിരുന്ന നിമിഷം. നീയായിട്ട് പറയും വരെ ഞാൻ കാത്തിരുന്നോളാം. അതും ഒരു കുഞ്ഞു വാശിയായിരുന്നു. നീ പറയട്ടെ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന്. ഇപ്പോൾ ഇവളത് തനിക്ക് വേണ്ടി. അവൾ നിറഞ്ഞു വന്ന കണ്ണീർ ഒരു ചെറിയ ചിരിയോടെ തോളുകൊണ്ടും തുടച്ചു. അതിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി അവൻ ഈ വാക്കുകൾ തന്നിൽ നിന്ന് കേൾക്കാൻ എത്രമാത്രം കൊതിച്ചിട്ടുണ്ടെന്ന്. സത്യമാണോ? അതിനവളും കണ്ണീരോടെ നിന്ന് തലകുലുക്കി. അതുകൂടി കേട്ടപ്പോൾ ഒരു മന്ദഹാസത്തോടെ 2 അടി പുറകിലേക്ക് മാറിക്കൊണ്ട് കൈ രണ്ട് നിവർത്തിപ്പിടിച്ച് അവളെ തന്നിലേക്ക് ക്ഷണിച്ചു സമീർ. അവൻ വിളിക്കാൻ കാത്തിരുന്ന പോലെ കണ്ണീരണിഞ്ഞൊരു ചിരിയാരെ കുതിച്ചു വന്നവൾ അവന്റെ നെഞ്ചിലേക്കായി ചേർന്നു. ശേഷം തല മാത്രം ഉയർത്തിക്കൊണ്ട് അവനെ നോക്കി പതുക്കെ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ മൈ മാൻ. അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടൊന്ന് വിടർന്നു. അതെ, ഏപ്രിൽ 28 തന്റെ പിറന്നാളാണ്. ശരിക്കും മറന്നുപോയിരുന്നു. അവനവളെ നന്ദിയോടെ നോക്കി. എനിക്ക് എന്തിഷ്ടാണെന്നോ അവളൊരു കൊഞ്ചലോടെ പറഞ്ഞു. അവൾ ആദ്യം തലയാട്ടി. പക്ഷേ എനിക്ക് മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നു. അവനിലൊരു കുസൃതി മിന്നി. ആയിക്കോട്ടെ, ഞാനതൊക്കെ സഹിച്ചു. അപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ല? അവനിൽ വീണ്ടും കുസൃതിയാണ്. ഇല്ല. അവൾ വിലങ്ങനെ തലയാട്ടി. വർദ്ധിച്ചു വന്ന സന്തോഷത്തോടെ തല ഉയർത്തി തന്നെ നോക്കുന്നവളെ അവൻ വീണ്ടും തന്നെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. ശേഷം അവളുടെ മൂർത്താവിൽ മുഖം അമർത്തി കുറച്ചു നേരം നിന്നു. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഗിഫ്റ്റ്. അവനവളുടെ ചെവിയോരമെല്ലാം ഒഴിഞ്ഞു. അത്രമേൽ മനോഹരമായ ഒരു സംഗമം. നിലാവൊഴുകുന്ന രാത്രിയിൽ ആ 2 ഹൃദയങ്ങൾ പ്രണയത്തിൻ്റെ പരാതികളെല്ലാം അവിടെ പറഞ്ഞു തീർത്തു. ഉച്ചത്തിലുള്ള ലോറിയുടെ ശബ്ദമാണ് അവരെ സ്വഭാവത്തിലേക്ക് എത്തിച്ചത്. ഒന്ന് മാറിയെങ്കിൽ പിള്ളേരെ, റൊമാൻസുകളെയൊക്കെ വീട്ടിൽ പോയിട്ട് കറക്റ്റ് സമയം ഓടെത്തില്ലെങ്കിലേ മൂപ്പിലാമാരുടെ വായുള്ള മുഴുവൻ കേൾക്കേണ്ടി വരും. നാട് റോട്ടിൽ നിന്ന് കിന്നരിക്കാൻ കണ്ടൊരു നേരം, ചുമ്മാ മനുഷ്യന്റെ വായുള്ള കേൾപ്പിക്കാനായിട്ട് ഓരോരോ ഭ്രാന്തുകൾ. ലോറിയിൽ നിന്നൊരാൾ ദേഷ്യത്തോടെ തല പുറത്തേക്കിട്ടുകൊണ്ട് അവർക്ക് നേരെ ഒച്ച വെച്ചു. അപ്പോഴാണ് രണ്ടാളും ഇത്രയും നേരം നടു റോട്ടിലാണല്ലോ നിന്നെന്ന ബോധമുണ്ടായത്.
ഒരു ചിരിയോടെ പരസ്പരം നോക്കി കൈകോർത്തി പിടിച്ചുകൊണ്ട് ഒരരികിലേക്ക് മാറി നിന്നു. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ലോറിയുടെ മറ്റേ സൈഡിൽ നിന്നൊരു തമിഴ് പയ്യൻ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അവരുടെ നേരെ കൈവീശി കാണിച്ചു. ഈ കഥ എവിടെ അവസാനിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.